ചേച്ചി ഡി ചേച്ചി എന്തോ ചിരിച്ചോണ്ടിരിക്കുന്നത്? ഞാനേ നേരത്തെ പറഞ്ഞതിനെ പറ്റി നീ ഒരു അഭിപ്രായം പറഞ്ഞില്ലല്ലോ. എന്തോന്ന് അഭിപ്രായം? എടി ആദ്യം ചെക്കൻ വരട്ടെ, എന്നിട്ടല്ലേ അഭിപ്രായം പറയേണ്ടത്. ആ എന്റെ സങ്കല്പത്തിലുള്ള പയ്യനാണോ നോക്കട്ടെ. നിനക്ക് കുറെ സങ്കല്പങ്ങളൊക്കെ ഉണ്ടല്ലോ ചേച്ചി. നിന്റെ സങ്കല്പത്തിലുള്ള പയ്യനെ ഒന്ന് വിവരിക്കാവോ? എങ്ങനെയാണെന്നൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിട്ട്. നീ എന്തിനു മനസ്സിലാക്കാൻ? ഞാൻ മനസ്സിലാക്കിയാ പോരെ? അയാൾ എന്നെയല്ലേ കെട്ടാൻ വേണ്ട, നിന്നെ അല്ലല്ലോ. നിന്നെ തന്നെ കെട്ടാൻ പറഞ്ഞത്. പക്ഷെ ഞാൻ ഒരു കാര്യം പറയാം, വരുന്ന ആളിൽ എന്തെങ്കിലും കുറ്റം കണ്ടുപിടിച്ച് നിനക്കിത് മുടക്കാനാണ് പ്ലാൻ എങ്കിൽ ഞാൻ സമ്മതിക്കുന്നു മോളെ, സമ്മതിക്കുന്നു. അതെന്താ നീ അങ്ങനെ പറഞ്ഞ? പിന്നെ അങ്ങനെ പറയണം. എടി നീ ഒന്ന് കെട്ടിപ്പോയിട്ട് വേണം എന്റെ റൂട്ട് ഒന്ന് ക്ലിയർ ചെയ്യാൻ. നിന്റെ റൂട്ട് മനസ്സിലായില്ല എനിക്ക്. അതിന് ഇനി കൊറേ വർഷമുണ്ട് മോളെ. വർഷോ? ചേച്ചി ചങ്കിക്കൊള്ള വർത്താനം ഇങ്ങനെ പറയില്ലേ ചേച്ചി. ഇടി കുടുംബ ജീവിതം സ്വപ്നം കണ്ടു നടക്കുന്ന ഒരു പെൺകുട്ടിയുടെ വിഷമം നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. എന്നാ ഒരു കാര്യം ചെയ്, ഈ വരാൻ പോകുന്ന ചെക്കനെ നീ അങ്ങ് കെട്ടിക്കോ, ഞാൻ അങ്ങ് മാറിത്തരാം. അങ്ങനെ പറയല്ലോ. തമാശ അയ്യടി ഞാനാ വന്ന നന്നായിരിക്കണ പോടി. നല്ല ചൂടുണ്ട്. ടെൻഷൻ ഇത്ര പെട്ടെന്ന് വേണ്ടായിരുന്നു. അവളോട് പറയാം. ഒരു മയത്തിലൊക്കെ പറഞ്ഞാൽ മതി. ഓ ഞാൻ പറഞ്ഞോളാം, നീ വാ മോളെ. റിങ്കിക്കുട്ടി മോളെ, അതെ അച്ഛന് മോളോട് ഒരു കാര്യം പറയാനുണ്ട്. അപ്പോഴേ ഇപ്പോഴാണ് അതിന് പറ്റിയ സമയം. അച്ഛൻ ഒന്നും കൂടുതൽ വിളമ്പാൻ നിൽക്കണ്ട. ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇനി അച്ഛൻ കൂടുതൽ ഇൻട്രസ്റ്റ് ഒന്നും കൊടുക്കണ്ട കേട്ടോ. അതിനിടയിൽ കയറി വെടി പൊട്ടിച്ചാ പിന്നെ അല്ലാണ്ട് എന്തെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാൽ എനിക്കിങ്ങനെ എല്ലായിടത്തും പറഞ്ഞു എനിക്ക് എന്തോ കുഴപ്പമില്ല മണി, എന്തായാലും പറഞ്ഞല്ലോ. മോളെ, മോളുടെ അഭിപ്രായം എന്താണ്? എന്റെ അവക്ക് അങ്ങനെ കുറെ സങ്കല്പങ്ങളൊക്കെ ഉണ്ട്, അത്രേ ഉള്ളൂ. വലിയ അഭിപ്രായം എന്തോന്ന് മക്കളെ പറ, എന്തോന്നാണ് നിന്റെ സങ്കല്പം? ഞാൻ പറയട്ടെ. പറയടി. കെട്ടാൻ പോകുന്ന ആളെ കുറിച്ച് എനിക്ക് കുറച്ച് സങ്കല്പങ്ങളൊക്കെ ഉണ്ട്. ഒരുപാട് വലിയ സങ്കല്പങ്ങളൊന്നും അല്ല, ചെറിയ ചെറിയ കാര്യങ്ങളേ ഉള്ളൂ. അതിലൊന്ന്, കാണാൻ കുറച്ച് സൗന്ദര്യമൊക്കെ ഉണ്ടായിരിക്കണം. ആര് കണ്ടാലും കുറ്റം പറയരുത്. പിന്നെ ഒരു ന്യൂജൻ ലുക്ക് തോന്നിക്കുന്ന ആളായിരിക്കണം. ഇപ്പോഴത്തെ ഫ്രീക്കന്മാരെ പോലെ മുടിയും നീട്ടി വളർത്തി താടിയും നീട്ടി വളർത്തി അങ്ങനത്തെ ഒരാളെയല്ല എനിക്കിഷ്ടം. നല്ല വൃത്തിയായിട്ട് മുടിയൊക്കെ വെട്ടി താടിയൊക്കെ എടുത്ത് മീശയൊക്കെ ട്രിമ്മൊക്കെ ചെയ്ത് അങ്ങനെ സ്റ്റൈലിഷ് ആയിരിക്കണം. പിന്നെ സ്പോർട്സിനെ നന്നായിട്ട് സ്നേഹിക്കുന്ന ആളായിരിക്കണം. നല്ല സ്പോർട്സ്മാൻ സ്പിരിറ്റ് ഉള്ള ആളായിരിക്കണം. ഇതൊക്കെയാണ് എന്റെ സങ്കല്പങ്ങൾ. ഇതൊക്കെ സ്വാഭാവികമായിട്ട് ഒരു മനുഷ്യൻ ഉണ്ടാവേണ്ട സങ്കല്പങ്ങളല്ലേ ഉള്ളൂ. അതെ അതെ. ഈ നാടൻ ടൈപ്പൊന്നും എനിക്ക് ഇഷ്ടമല്ല. അതാ ഞാൻ ഇപ്പോഴേ പറഞ്ഞത്. ഈ നാട്ടിൻ പുറത്തുള്ള സ്റ്റൈലൊന്നും എനിക്ക് ഇഷ്ടമല്ല. നല്ലതായിട്ട് ഇപ്പോഴത്തെ മോഡേൺ രീതിയിൽ എങ്ങനെയാ അതുപോലത്തെ ചിന്താഗതി ഒക്കെ ആയിരിക്കണം. അത്രേ ഉള്ളൂ. എല്ലാ പെൺകുട്ടികളുടെ മനസ്സിലുള്ള അതെ, വലിയ വലിയ എന്തോ സങ്കല്പങ്ങളൊക്കെ ആയിരിക്കും ഞാനും വിചാരിച്ചു. അല്ലേടി കേട്ടാ, നിന്റെ ഇഷ്ടത്തിനനുസരിച്ചേ ഞങ്ങൾ പ്രൊസീഡ് ചെയ്യത്തുള്ളൂ. നീ വന്ന് കണ്ടൊന്ന് സംസാരിച്ചൊക്കെ നോക്ക്. ഓക്കെ ആണെങ്കിൽ നമുക്ക് മുന്നോട്ട് പോവാം. അല്ല, മോൾക്ക് ഇഷ്ടപ്പെടാതിരിക്കില്ല. നല്ല തറവാട്, ബന്ധുക്കളെ കൊണ്ടല്ലോ ടോപ്പ് ലെവൽ ഓഫീസേഴ്സ് ആണ്. പിന്നെ ചെറുക്കനും ഗവൺമെന്റ് എംപ്ലോയാണ്, റവന്യൂ വകുപ്പില്. ഇപ്പോഴത്തെ സിറ്റുവേഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ ഭാവിയിൽ ഒരു ഡെപ്യൂട്ടി കളക്ടർ വരെങ്കിലോ ഉറപ്പാണ്. അമ്മയ്ക്ക് സങ്കല്പമൊന്നും ഉണ്ടായിരുന്നില്ല അമ്മ? അമ്മയുടെ ചെറുപ്പത്തില് ഒരുപാട് സങ്കല്പങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും പുറത്ത് പറയാനുള്ള അവസരം കിട്ടിയില്ല. എന്റെ അച്ഛൻ അദ്ദേഹത്തെ കണ്ടുപിടിച്ചിട്ട് കെട്ടിക്കോളാൻ പറഞ്ഞ് ഞാൻ കല്യാണം കഴിച്ചു. അങ്ങനത്തെ ഒരു കല്യാണമായിരുന്നല്ലേ? അതല്ല അമ്മയ്ക്ക് ഇതുപോലത്തെ ഒരു അച്ഛനെ കിട്ടി. എന്റെ മക്കളെ, ഇത് അങ്ങനെയൊന്നുമല്ല. നല്ല സുന്ദരനായ ചെറുക്കനാണ്, നല്ല കുടുംബമൊക്കെയാണ്. ഷാജി അങ്കിൾ പറഞ്ഞതാണ് കേട്ടോ. വരട്ടെ, നോക്കാം. അല്ല, എന്റെ കണ്ടീഷനൊക്കെ ചോദിച്ചല്ലോ നീ നേരത്തെ. ഇതുപോലെ ഒരു അവസരം വന്നു കഴിഞ്ഞാൽ നിന്റെ കണ്ടീഷൻ എന്തായിരിക്കും? എനിക്കെന്തോ കണ്ടീഷൻ എങ്കിൽ 3 നേരം എനിക്ക് വയറ് നിറച്ച് ഭക്ഷണം തരണം. പിന്നെ എനിക്ക് ഇഷ്ടമുള്ള ഭക്ഷണങ്ങൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒന്നെങ്കിൽ ഉണ്ടാക്കി തരണം, മേടിച്ചു വിരോധം ഇല്ലെങ്കിൽ അറിയാവുന്ന ചെക്കനെ അന്വേഷിക്കുന്നു പരസ്യം കൊടുക്കേണ്ടില്ലോ. കൊടുക്കാം, നമുക്ക് ആ സമയം അങ്ങനെ കൊടുക്കാമല്ലോ. പറഞ്ഞാണ്